എടി ഇത് വായിക്കുമ്പോൾ എനിക്കിത് വീഡിയോയിൽ പറയാൻ പറ്റും. എഴുതണം, പേനയും പേപ്പർ എടുത്തിട്ടില്ല, മറന്നു. ഇവിടെ ഞാൻ എന്ത് വേണം, ഇവളോട് ഞാൻ എടുത്ത് ചോദിച്ചെടി ഞാൻ എടുക്കണോ. ആ അതൊക്കെ എവിടെ. എടി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ചിത്രത്തിലാണ്. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്മൃതിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അവൾക്ക് വേണ്ടി ചെറിയൊരു ഞങ്ങൾ എന്താണ് ബർത്ത്ഡേ സർപ്രൈസ് ആണ് പറയാൻ ഞങ്ങൾ ഒബ്രോമോളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൊത്തത്തിലൊരു സർപ്രൈസാണ്. ഒരു കൊച്ചു ട്രഷർ ഹണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പം ഇനി അകത്ത് കയറിയിട്ട് വേണം അതൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത എല്ലാ വീഡിയോ കാണണം കേട്ടോ. ഞങ്ങൾക്ക് ഇതിലൊക്കെയാണ്, ഞങ്ങളുടെ 4 പേരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് കൊച്ചു സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങൾ വൈകാതെ അതെല്ലാം കാണണം, ഒന്നും മിസ് ചെയ്യില്ല, എല്ലാം കാണും. ഇപ്പം നിലവിൽ ഞാൻ പോസ്റ്റാണ്. അലീന തെരേസ വരാനുണ്ട്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുറത്താണ്, ഒറ്റയ്ക്ക് എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, അറിയത്തില്ല ഗൈസ്. ഇപ്പം ഏത് ഫ്ലോറിലാണ് ഏതിലാണ് ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് തന്നെ ഞാനിങ്ങനെ ഇരിക്കുക, അവൾ വരാൻ വെയിറ്റ് ചെയ്യുക. ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോസ്റ്റ് തന്ന് അലീന തെരേസതേ വരുന്നു. അവളെന്നെ കണ്ടിട്ടില്ല. കണ്ടു അങ്ങനെ അരമണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം അലീന തെരേസ വന്നിരിക്കും. അരമണിക്കൂർ സമയം. എനിക്ക് 5:45 ആകുമ്പോൾ ഓഫീസ് കഴിയുന്നതാണ്. ഇപ്പം സമയം നോക്കുക 6:15 കഴിഞ്ഞു. അപ്പം എൻ്റെ ഓഫീസിൽ 6 മണിക്ക് കഴിയത്തുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ഓടി പിടിച്ച് വരണ്ടേ. ട്രാഫിക് ഹിയർ, ദിസ് ഇസ് കൊച്ചി. ഓക്കെ, അപ്പം ഇനി എന്താ പ്ലാൻ? അതൊരു സിനിമയുടെയല്ലോ അല്ല. നമുക്ക് കയറണം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയി ഒരു ട്രഷർ ഹണ്ട് ടൈപ്പ് ഓഫ് സാധനമാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ക്ലൂ ഒക്കെ വെച്ചിട്ട് അതിന് ടൈം വേണം. ക്ലൂ ഒക്കെ സെറ്റ് ചെയ്യണം, ക്ലൂ എഴുതണം. പേനയും പേപ്പർ എടുത്തിട്ടില്ല, മറന്നു. ഇവിടെ ഞാൻ എന്ത് വേണം, ഇവളോട് ഞാൻ എടുത്ത് ചോദിച്ചെടി ഞാൻ എടുക്കണോ. വേണ്ട, എൻ്റെ ഓഫീസിൽ പേനയും പേപ്പറും ഉണ്ടെന്ന്. ഉണ്ട്, പക്ഷെ സാധനം എടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അവരെ വിളിക്കാൻ. ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കോൾ ചെയ്യണം, എന്നിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റേ ട്യൂൺ, കാണാം. 100 ഗൈസ്, ഇപ്പം പറഞ്ഞതേ ഉള്ളൂ 100. ഹലോ, എവിടാ? ഞങ്ങളിപ്പോൾ ഒബ്രോമോളിലുണ്ട്. അങ്ങനെ ഇനി നമ്മൾ സ്ഥലങ്ങൾ തപ്പാൻ പോവാണ്. എന്താ ഇത് ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ മണ്ടൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി സ്ഥലം തപ്പിപ്പിടിക്കണം. ഇരിക്കാനൊരു സ്ഥലം വേണം ആദ്യം, അതാണ് കഷ്ടത. പേനയും പേപ്പറും വാങ്ങിയില്ല. We need to buy one pen and one paper. റിലയൻസ് മാർക്കറ്റിൽ. ഓക്കെ, റിലയൻസ് മാർക്കറ്റിൽ പോയി നമ്മൾ പേനയും പേപ്പറും വാങ്ങുന്നു. മാർട്ട്. അപ്പോൾ അവിടെ പോയി സാധനം വാങ്ങിച്ചിട്ട് ഇനി എഴുതുന്നിടത്ത് കാണാം. ഫ്ലേവറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ഇഷ്ടമാണ്. നീ ഊഹിച്ചെടുത്തോ ഗൈസ്? അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ്. ഇതിനി അവൾ കണ്ടുപിടിക്കണം. ഇതാണ് ക്ലൂ. ഇനി ഇതെല്ലാം കൊണ്ടു കൊടുക്കണം. ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഫസ്റ്റ് ക്ലൂ കൊടുത്തു കഴിഞ്ഞു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി സെക്കൻഡ് ക്ലൂ കൊടുക്കാൻ പോവാണ്. മൊത്തം നിങ്ങളെ കാണിക്കുന്നില്ല, പിന്നെ ലാസ്റ്റ് ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് മറന്നുപോയി സത്യമായിട്ട്. ഇനി ഞങ്ങൾ എല്ലാം കൊടുത്തിട്ട് അവളുടെ ഒപ്പം ഞങ്ങൾ ഇനി വീഡിയോ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവരും വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്നു മടുത്തു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ വരാൻ ബാക്കി. സോ ക്ഷീണിച്ചു, കോലം കണ്ടില്ലേ, അട്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു, എല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ തെണ്ടി ഒരുത്തി വിശന്നവർ സ്വീറ്റ് കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യരുത്, ചോദിക്കാനും പാടില്ല. അങ്ങനെ എല്ലാം പക്കയായി. ഇനി അവരുടെ വരുന്ന താമസം കൂടെ ഉള്ളൂ. ഇവിടെ ബ്ലോക്കിൽ എന്തോ പെട്ട് കിടക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കടകളിലെല്ലാം നമ്മളൊരു 8:30 എന്നാണ് സമയം പറഞ്ഞേക്കുന്നത്. ഇപ്പം തന്നെ 8:30 ആവാൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നോക്കാം.
പണ്ടൊക്കെ അറിയത്തില്ല. റെഡിയാണോ അത്? ടെൻഷൻ ഉണ്ട്. നിങ്ങൾ ആയോണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്. തൊരയല്ലേ ഇത്ര നാളും. ഇല്ല, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? സോറി, ഓക്കെ, വായിക്കണം, ഒച്ചത്ത് വായിക്കണേ. പല ഫ്ലേവർ കുട്ടികളും മുതിർന്നവരും ഒരേ ഐസ്ക്രീമാ. ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് ഐസ്ക്രീം? എന്ത് ഏതിലൂടെ പറഞ്ഞ ഉറപ്പാണോ? ഇനി അവിടെ പോയി ചോദിക്കണം എന്തെങ്കിലും. നിങ്ങൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്ന ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന എടി ഇത് വായിക്കുമ്പോ എനിക്കിത് വീഡിയോയിൽ പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, പറഞ്ഞു കുഴപ്പമില്ല. ആ, അതൊക്കെ എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്? ട്രെൻഡ്സ് ഉണ്ട്, ദിവാമി. അതൊക്കെ കട്ട് ചെയ്യണേ, അത് പ്രശ്നമില്ല. ഇതിന്റെ ഒരു ഇതില് പറ ഏതൊക്കെ കടകളാണെന്ന്. ഈ രണ്ട് സാധനങ്ങൾ മാത്രം കിട്ടുന്നതാണ്, വേറെ ഒന്നും ഏത് രണ്ട് സാധനങ്ങൾ ആണിങ്ങനെ. ഞാൻ പറഞ്ഞു ജോക്കിലൊക്കെ പോയാ എവിടാ? ജോക്കിയാണോ? ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കേറിക്കോ വാ. ജോക്കില് ജീനുണ്ട്, ചതിയാണ്. കേറ് ചേട്ടാ, എന്തേലും തന്നോ ഫ്രണ്ട്സ്? ഇന്ന് എന്തിടും എന്നെ എപ്പോഴും ചോദിക്കൂല. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബ്രാൻഡ് സ്റ്റോർ കുഞ്ഞിനൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഗസ് വിത്ത് ഷോപ്പ് ട്രെൻഡ്സ് ഈസി ബൈ സ്റ്റൈൽ യൂണിയൻ ഒക്കെ കണ്ടുപിടിക്കും. 3 കടയിൽ ഞാൻ കയറി ചോദിക്കണോ? ആ, കേറി ചോദിച്ചോ. ഇത് കൂടി അപ്പൊ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നാണം കിടൂലേ? ടീയിലുണ്ടോ എസിലുണ്ടോ? നിങ്ങൾ എന്താ പറ, കണ്ടുപിടി. സ്റ്റൈൽ യൂണിയൻ നോ പറഞ്ഞാൽ മതി. നോ. ഈസി ബൈ പിന്നെ ആലോചിക്കരുത്. ടൈം നോക്കിയെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് കുറച്ച് നാൾ മുന്നേ ഒരു സാധനം വാങ്ങിച്ചിട്ട് സെയിം ബ്രാൻഡ് ഒന്നുമല്ല എങ്കിലും ആ സാധനം കിട്ടുന്ന സ്ഥലം ഇവിടുണ്ട്. അന്ന് സാധനം വാങ്ങിച്ചത് എന്താ ആഗ്രഹിച്ച് നീ വാങ്ങിച്ചൊരു ബ്രാൻഡഡ് സാധനം? കഴിഞ്ഞ മാസം വാച്ചല്ല, ഞാൻ എടുത്തില്ലേ? വാങ്ങിച്ചില്ലേ? ആ കടലോട്ടോ? ആ, നിന്റെ കിട്ടുന്ന ബ്രാൻഡുള്ള കട അത് താഴെ. ആ, വരാ എടി. ഇവിടെ ഒരുത്തി അടുത്ത ക്ലൂവിന് പോകുന്നുണ്ട്. മധു, ആ പോ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ബാഗ് സ്റ്റോക്കിലുണ്ട്. അടുത്ത ഐറ്റം സാധനം എന്താണെന്ന് ചെമ്പും പന്നി. അമേരിക്കയിൽ
തന്നെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു. ചെല്ലു സാധനം കഴിഞ്ഞു. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞത് നിനക്ക് ചിവതി കരയണം. കരയത്തൊന്നുമില്ല. കരയത്തൊന്നുമില്ല. അയ്യോ നമ്മുടേതായിട്ടുള്ള സ്വകാര്യതയിൽ നമുക്ക് ഓക്കെ. പക്ഷെ ഇത് എനിക്കിട്ട് പണിയുണ്ടായിരുന്നു. ഇഷ്ടായ അത് നീ കണ്ടുപിടിക്കണം. എനിക്ക് തോന്നി നീ ഇതാണോ ഇതല്ലേ നീ പറഞ്ഞത്? തെണ്ടി കൊള്ളില്ല. നീ വാങ്ങിക്കില്ലേ? ഞാനിപ്പത് അൺലൈക്ക് ചെയ്തിട്ട് ഞാൻ കാര്യം വെച്ച സാധനം എനിക്കറിയാം. അതിന്റെ ഉള്ളിലെന്താ കിട്ടുന്നത്? ഇഷ്ടായോ? പരിപാടി കഴിഞ്ഞു. നമുക്കിനി ഫുഡ് കഴിക്കാനൊക്കെ എന്താ ഇഷ്ടായ ബർത്ത്ഡേ? ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് നാണോ എന്നുവെച്ചാ ഞാൻ ഹാപ്പി പോയി. ശരി, ബൈ പറ.